വെക്കാൻ പോവുകയാണ് കണ്ണൂർ സ്റ്റൈലിൽ. അതിനായിട്ട് ഒരു 3 തക്കാളി അരിഞ്ഞെടുക്കുക, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുടംപുളി 2 കഷ്ണം വെള്ളത്തിലിടുക, ഒരു സവോള അരിഞ്ഞെടുക്കുക, 2 പച്ചമുളക്, ഒരു മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം, ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി തേങ്ങ അരയ്ക്കുന്നില്ല ഈ കറിക്ക്, അതുകൊണ്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുവാണ് കൊഴുപ്പിന് വേണ്ടിയിട്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഭയങ്കര എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇടുന്നത്, അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ ഇടാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തക്കാളി അരച്ചത് കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. തക്കാളി ഇതുപോലെ മിക്സിയിൽ അരച്ചിട്ട് ചേർക്കുമ്പോൾ കറിക്ക് കൊഴുപ്പും കിട്ടും, കുറച്ചുകൂടി കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അയിലയിൽ ഒരുപാട് ഒമേഗ ആസിഡ് ഉള്ളതാണ്. ഹൃദയത്തിൻ്റെ നീർക്കെട്ടൊക്കെ കുറയ്ക്കാനും നമ്മുടെ തൊലികളിൽ ഉണ്ടാകുന്ന അലർജി രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതിനാൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയും. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കൂട്ടാൻ അയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതിലോട്ട് 2 കഷ്ണം കുടംപുളിയും അത് കുതിർത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് അയില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ തന്നെ മഞ്ഞളും മുളകൊക്കെ ഉപ്പൊക്കെ തിരുമ്മി വെച്ച അയിലയാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മുടെ മീനൊക്കെ ഇതിലോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വേവട്ടെ. ഇതൊന്ന് മൂടി വെക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.